$100 മില്യൺ ധനസഹായം പാകിസ്ഥാന് കൊടുക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് അമേരിക്ക പുതിയ ബജറ്റ് തയ്യാറാക്കാനൊരുങ്ങുന്നു. ആ പണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും ഭീകരവാദത്തോടും തീവ്രവാദത്തോടും പോരാടാനും പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയെ സഹായിക്കുമെന്നാണ് US സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലു അറിയിച്ചത്. പാകിസ്ഥാൻ ചൈനയുമായി അടുക്കുന്നത് തടയാനാണ് US അവരുടെ ബജറ്റിൽ $100 മില്യൺ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ചൈനയാണ് ഒന്നാം സ്ഥാനത്തെന്നും അമേരിക്ക അത് കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നാമതെത്തണം എന്നാണ് ഇയാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 2023 US ഏജൻസികളിൽ നിന്നുള്ള കണക്ക് പ്രകാരം $70.3 ബില്യൺ ലോകമെമ്പാടുമുള്ള ചൈനീസ് വികസന ധനസഹായം സ്വീകരിക്കുന്ന മൂന്നാമത്തെ വലിയ രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്കറിയാവുന്നതുപോലെ ഇത്തരമൊരു അഭിപ്രായം പറയുന്നതിന്റെ കാരണം അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുറപ്പായപ്പോൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു പുതിയ തന്ത്രമായിട്ടാണ് ഇത് കാണുന്നത്. മുൻ അമേരിക്കൻ സർക്കാർ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും മുസ്ലിം ഭീകരരെ വളർത്താൻ വേണ്ടി തന്നെ പണം കൊടുത്തുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് സെപ്റ്റംബർ 11 എത്തിയിട്ടും അവർ പിന്മാറിയിരുന്നില്ല. പാകിസ്ഥാനിലേക്ക് നിർബാധം സഹായം തുടർന്നുകൊണ്ടിരുന്നു. ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ പാകിസ്ഥാനികൾക്ക് കൂടുതൽ വിസ കൊടുക്കുന്നതിലേക്ക് വരെ കാര്യമെത്തിയിരുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഉൾപ്പെടെ മുസ്ലിം അഭയാർത്ഥികളെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത്. ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന് കൊടുക്കുന്ന പണത്തിന്റെ വിഹിതം പകുതിയായി കുറച്ചിരുന്നു. ട്രംപിന്റെ വിസ നയം പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. കാരണം അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള അപജയം തന്നെ. തീവ്രവാദികളെ വളർത്തി ഏഷ്യയിൽ ഒരു അരക്ഷിതാവസ്ഥ നിലനിർത്താനുള്ള അമേരിക്കയുടെ കുതന്ത്ര ബുദ്ധിക്ക് തടയിടണമെങ്കിൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു.